നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ഒരു പെൺകുട്ടിയുടെ, അതായത് ഇയാൾ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഒരു പെൺകുട്ടിയുടേത് എന്ന രീതിയിൽ പ്രചരിച്ച ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഗർഭഛിദ്രം നടത്താനടക്കം നിർബന്ധിക്കുന്നുണ്ട്. ഗർഭഛിദ്രം നടത്തി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും അത് വളരെ അക്ഷന്തവ്യമായ ഒരു അപരാധമായി പോയി. പക്ഷെ ഈ ഓഡിയോ ഒക്കെ തന്നെ വ്യാജമായി സൃഷ്ടിച്ചതാണ്, ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നുള്ള ചില വാദങ്ങളൊക്കെ ചില കോൺഗ്രസ് നേതാക്കൾ ചില ചാനൽ ചർച്ചകളിലൊക്കെ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ എന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. മാധ്യമ പ്രവർത്തകയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വിവിധ വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും സ്ത്രീപക്ഷ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന വ്യക്തിയുമായ ലക്ഷ്മി പത്മ. ലക്ഷ്മി മാധ്യമ പ്രവർത്തക. ലക്ഷ്മി ഞാനും ഒരുമിച്ച് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ദീർഘനാൾ ജോലി ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി സ്ത്രീപക്ഷവാദങ്ങൾക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകുകയും അത് സമൂഹത്തിന്റെ ഭാഗമായി അത് സ്ത്രീപക്ഷ ചിന്തകൾ കടന്നു വരണം എന്ന് ഒക്കെ വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടിയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ് ലക്ഷ്മി പത്മ. ലക്ഷ്മിയുടെ രാഷ്ട്രീയത്തോട് ചിലപ്പോൾ നമുക്ക് ഭിന്നതയുണ്ടായിരിക്കും. പക്ഷേ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ലക്ഷ്മി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ അവളെ കണ്ടു. ഈ ഒരു പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ് സത്യം പറഞ്ഞാൽ വൈറലായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജം എന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ്, അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, അവൾ വളരെയധികം മാനസികാഘാതത്തിൽ ആണ്, ആ ബന്ധത്തിൽ നിന്ന് അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവൾ. അശാസ്ത്രീയമായ ഗർഭഛിദ്രം, തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ, ചുറ്റും നടക്കുന്ന സ്ലട്ട് ഷെയ്മിങ്, ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളുകളായ ഒരാൾ. അപ്പോഴും അങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കുന്നു എങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവൾ. പരാതി കൊടുക്കണം എന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാത്ത ആശങ്കയും ഉണ്ട്. പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും ഇപ്പോഴും അയാൾ മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലേക്കൊക്കെ അന്വേഷണം എത്തണം. എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു, എന്നോട് അയാൾ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട. അവളെ കേട്ടുകഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി. സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടിമതിക്കപ്പെടുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ സ്ത്രീകൾക്ക് തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണം എങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു. ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചു എന്ന്. അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം. അത്തരം മാധ്യമ പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി പത്മ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ ഗുരുതരമാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് ഈ മാധ്യമ പ്രവർത്തക നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. ശാരീരികവും മാനസികവുമായ ആഘാതങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടിയും കുടുംബവും, പെൺകുട്ടി മാത്രമല്ല കുടുംബവും, എന്നിട്ടും ഈ നരാധമനെ ന്യായീകരിക്കുന്ന, ഇയാളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എന്തു പറയാൻ? ഇത് ക്രൂരമാണ്. ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു പെൺകുട്ടിയെ പ്രണയിക്കാം, വിവാഹം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം, വിവാഹം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം, എന്ത് വേണമെങ്കിലും നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയെ മാനസികവും ശാരീരികവുമായി തകർക്കാൻ, ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ, ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വളർന്ന ആ പിഞ്ച് ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ, അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ ഉള്ള അനുവാദമൊന്നും ഭരണഘടന നൽകുന്നില്ല. നിയമപരമായി തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ടാകുക തന്നെ വേണം. മാത്രമല്ല ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും പെൺകുട്ടികൾ കൂടി സധൈര്യം മുമ്പോട്ട് വരണം. എല്ലാ കാര്യത്തിലും ഇടപെട്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള തന്റെ ഇടവും മനസ്സും ധൈര്യവും ഒക്കെ തന്നെ പെൺകുട്ടികൾക്ക് ഈ പൊതുസമൂഹം നൽകേണ്ടതുമാണ്.
ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.